Hi dears, welcome back to EdCom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് BBAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. BBAന്റെ ഒരു മേജർ സബ്ജക്റ്റ്, അവരുടെ കോറും മറ്റുള്ളവർക്ക് അതൊരു മൈനർ സബ്ജക്റ്റും കൂടെയാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ. അത്തരം ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ. ആ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ പറയുമ്പോൾ തന്നെ 2 മണിക്കൂർ എക്സാം, 70 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 3 സെക്ഷൻ ആയിട്ട്, സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. സെക്ഷൻ എയിലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ്. വാട്ട് ആർ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്? എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്? എന്താണ്? These are the costs that do not change with the level of production or sales. That example, rent, salary. Level of production ഒരു ചേഞ്ചും വരില്ല. അത്തരം കോസ്റ്റുകളെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നും അത് ഫിക്സ്ഡ് ആയിരിക്കും. പ്രൊഡക്ഷന്റെ ലെവലിൽ അതിനൊരു പക്ഷേ മാറ്റം ഒന്നും ഉണ്ടാവില്ല. സെയിൽസിലും ചിലപ്പോൾ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ആ പ്രൊഡക്ഷൻ കൂടിയോ സെയിൽസ് കൂടിയോ എന്നുള്ളതിൽ യാതൊരു വിധ പരിഗണനയുമില്ല. അത്തരം ചില കോസ്റ്റുകളാണ് ഫിക്സ്ഡ് ആണ്. ആ ഫിക്സ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ് റെന്റ്, സാലറി. ഇതെല്ലാം നമ്മൾ സെയിൽസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെ? ദെൻ വേരിയബിൾ കോസ്റ്റ്, ദീസ് ആർ വേരി ഡയറക്ട്ലി വിത്ത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇത് ലെവൽ ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി വേരി ചെയ്യും, അതായത് ചേഞ്ച് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ റോ മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, അല്ലെ? റോ മെറ്റീരിയലിനൊക്കെ നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അത്രയും കോസ്റ്റുകൾ ഉണ്ടാവുള്ളൂ. അത്തരം കോസ്റ്റുകളാണ് വേരിയബിൾ കോസ്റ്റ്. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് ആകുമ്പോൾ ചേഞ്ച് ഉണ്ടാവില്ല. Then what do you mean by posting? Posting എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? Posting means transferring the entries from journal to the respective ledger accounts. നമ്മൾ ഒരുപാട് ഫസ്റ്റ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും ജേണലിൽ എൻട്രി ആയിട്ട് നമ്മൾ എഴുതും. അത് നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് സെക്കൻഡറി അക്കൗണ്ട് അല്ലെങ്കിൽ സെക്കൻഡറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. അതാണ് ലെഡ്ജർ. ആ ഒരു ട്രാൻസ്ഫറിങ്ങിനെയാണ് നമുക്ക് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. What do you mean by depreciation? Depreciation is the permanent decrease in the value of fixed asset. ഫിക്സഡ് അസറ്റിൽ വരുന്ന വാല്യൂവിന്റെ ഡിഗ്രീസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അത് വിയർ ആൻഡ് ടിയർ, യൂസേജ്, പാസേജ് ഓഫ് ടൈം, ഒരുപാട് കാലം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കാലാഹരണപ്പെട്ടു പോവുക, ഇത്തരം കാരണങ്ങളെ കൊണ്ട് ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന ഒരു ഡിഗ്രീസ്, അതിനാണ് ഡിപ്രീസിയേഷൻ. ദെൻ ഡിഫൈൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നോർമലി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതെന്തായാലും നിങ്ങൾ പഠിക്കുമല്ലോ. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The purpose of cash flow statement is to show the inflow and outflow of cash. Cash and cash equivalent, ക്യാഷിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, സ്ഥാപനത്തിലേക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതും ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതും സ്പെഷ്യലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ഇൻടാഞ്ചിബിൾ അസറ്റ്? എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആർ നോൺ ഫിസിക്കൽ അസറ്റ്. ഒരു ഫിസിക്കൽ അസറ്റ് അല്ല, അതല്ലേ? നമ്മൾ കാണാൻ പറ്റൂല. That we have to value to business. പക്ഷേ ബിസിനസ്സിന് ഒരു വാല്യൂ ആണ്. എക്സാമ്പിൾ ഗുഡ് വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി മാർക്ക്. സോ ആക്ച്വലി ഇൻടാഞ്ചിബിൾ അസറ്റ് വി കനോട്ട് ടച്ച് ആൻഡ് സീ. കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകൾ, മെഷീനറി, ലാൻഡ് പോലെയുള്ള, നമുക്ക് ലാൻഡ് പോലെ കാണാനും എന്ത് ചെയ്യുന്നില്ല, തൊടാനും പറ്റൂല, അത്തരം അസറ്റുകൾ. അതാണ് ഗുഡ് വിൽ, ഒരു ബിസിനസിന്റെ ഗുഡ് വിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ട്രേഡ് മാർക്ക്, പാറ്റന്റ്, കോപ്പി റൈറ്റ്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് ടച്ച് ആൻഡ് സീ. ഇറ്റ്സ് നോട്ട് physical existence. Then മറ്റൊന്ന്, what are accounting standards? എന്താണ് accounting standards? Accounting standards are written statements issued by recognized bodies that guide how financial transactions should be recorded. Financial transactions എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നതിനുള്ള ഒരു റിട്ടൺ സ്റ്റേറ്റ്മെന്റുകളെയാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പാരൻസി. ഓക്കെ, then what do you mean by trend analysis? Trend analysis എന്താണെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ.
Trend analysis involve comparing financial data over a period of time to identify patterns or trends in performance. പെർഫോമൻസിൽ ഉള്ള ട്രെൻഡുകൾ ഒരു പാറ്റേൺ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പീരീഡിലെ പാറ്റേൺ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു അനാലിസിസ് ആണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സെയിൽസ് ഓർ പ്രോഫിറ്റ്, നമ്മുടെ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ അല്ലെങ്കിൽ ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എത്തരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം ചേഞ്ചുകൾ വന്നിട്ടുണ്ട്, ഇതിന്റെ ഒരു ട്രെൻഡ് പഠിക്കുകയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കറന്റ് ലാബിലിറ്റി ആൻഡ് കണ്ടിജന്റ് ലാബിലിറ്റി? കറന്റ് ലാബിലിറ്റിയും കണ്ടിജന്റ് ലാബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി അല്ലെ. അപ്പൊ കറന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ദാറ്റ് ആർ പേബിൾ വിത്തിൻ 1 ഇയർ. ഒരു 1 ഇയറിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ബാധ്യതകളെയാണ് കറന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിന്റെ എക്സാമ്പിൾ ആണ് ക്രെഡിറ്റേഴ്സ്, ബിൽസ്, പേബിൾ എല്ലാം. കണ്ടിൻജന്റ് ലാബിലിറ്റി എന്താണ്? പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് ഡിപെൻഡ് ഓൺ ദി ഒക്കറൻസ് ഓഫ് എ ഫ്യൂച്ചർ അൺസർട്ടൈൻ ഈവന്റ്. ഒരു അൺസർട്ടൈൻ ഈവന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കണ്ടിൻജന്റ് ലാബിലിറ്റി. ഒരു അൺസർട്ടൈൻ ഈവന്റ്, ഭാവിയിൽ ഇന്ന കാര്യം സംഭവിച്ചാൽ എന്ത് ചെയ്യുണ്ടാവും, ചില ലാബിലിറ്റീസ് വരും, അതാണ് കണ്ടിൻജന്റ്, കണ്ടീഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം. പെൻഡിങ് കോർട്ട് കേസസ് അല്ലെ, കോർട്ടിലെ കേസുകളൊക്കെ പെൻഡിങ് ആയി കിടക്കുന്നത്, അതിൽ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് വിധി വന്നാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് ലാബിലിറ്റി ആയിട്ട് മാറും. അതാണ് കണ്ടിൻജന്റ് ലാബിലിറ്റി. ചില കണ്ടീഷൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റ് തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്താ, നെറ്റ് പ്രോഫിറ്റ് എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് നിന്ന് ആ കോസ്റ്റ്, ആ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ആ പ്രൊഡക്റ്റിന് വന്ന കോസ്റ്റ് ലെസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. പക്ഷെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ദ പ്രോഫിറ്റ് റിമൈനിങ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് ടാക്സസ്. എല്ലാ എക്സ്പെൻസും ടാക്സും, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ എക്സ്പെൻസും ടാക്സും എല്ലാം കുറച്ചിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റിനെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, പിന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ടാക്സ് ഇൻട്രസ്റ്റ്, അതിനാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സെക്ഷൻ എയിലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ ബിയിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 36 സീലിംഗ് മാർക്ക് ഉണ്ട്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. പക്ഷെ മാക്സിമം എത്ര കിട്ടുള്ളൂ, 36 മാർക്കേ നമുക്ക് സീലിംഗ് കിട്ടുള്ളൂ. സോ അത് മനസ്സിലാക്കുക. എല്ലാ ക്വസ്റ്റിന്റെയും ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ. കഴിഞ്ഞ സെക്ഷനിലും അങ്ങനെ തന്നെ കേട്ടോ, സെക്ഷൻ എയിലും അങ്ങനെ തന്നെയാണ്. 10 ക്വസ്റ്റ്യൻ ആണുള്ളത് സെക്ഷൻ എയില്, 10 × 3 30. പക്ഷെ മാക്സിമം എത്ര കിട്ടുള്ളൂ, 25 ആണ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് നോക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. 24 മാർക്ക്. ഓക്കെ, മാക്സിമം 24 മാർക്ക് സീലിംഗ്. ഓക്കെ, ദെൻ നമ്മൾ സെക്ഷൻ ബിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻസ്. കുറച്ച് നമ്മുടെ കുറച്ചൊരു തിയറിയാണ് ഇവിടെ പറയുന്നത്. പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നോക്കുക. എമൗണ്ട് സെറ്റ് aside ഔട്ട് ഓഫ് പ്രോഫിറ്റ് ടു മീറ്റ് ഫ്യൂച്ചർ അൺസർട്ടൈൻ ഓർ എക്സ്പാൻഷൻ. അൺസർട്ടൈൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ് റിസർവ്. പക്ഷെ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എമൗണ്ട് സെറ്റ് aside മീറ്റ് നോൺ ലാബിലിറ്റീസ്. നമുക്ക് അറിയാം ലാബിലിറ്റി ഉണ്ടാകുന്ന അത്ര അറിയുന്ന ലാബിലിറ്റികൾ മീറ്റ് ചെയ്യാനാണ് പ്രൊവിഷൻ. ഈ റിസർവ് എന്ന് പറഞ്ഞാൽ അൺസർട്ടൈൻ ആണ്, ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ അതൊരു ബാധ വന്നേക്കാം, അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ്. And to strengthen the financial position and meet unknown contingency. ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവ് ഉള്ളത്. ടു മീറ്റ് സ്പെസിഫിക് ഓർ നോൺ ലാബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അറിയുന്ന ലാബിലിറ്റി മീറ്റ് ചെയ്യാനാണ് പ്രൊവിഷൻ. ക്രിയേറ്റഡ് ഓൺലി വെൻ ദർ ഇസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിസർവ് ഉണ്ടാവുള്ളൂ. ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദർ ഇസ് ലോസ് ഉണ്ടെങ്കിലും പ്രൊവിഷൻ ആയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും, അതാണ് അതിന്റെ പ്രത്യേകത. ദെൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ദെൻ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഇനിയും നിങ്ങൾക്കുള്ള ഡിഫറൻസ് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ദെൻ മറ്റൊരു ആ ഒരു പാർട്ടിൽ മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? എക്സ്പ്ലെയിൻ ദി ബേസിക് പ്രിൻസിപ്പിൾസ്. ബേസിക് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഒരു കാര്യം പറയുന്നു. നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാൽ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇത്തരം വീഡിയോസ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്.
Accounting principles are the fundamental guidelines and rules that govern the accounting process. They ensure consistency, comparability, and reliability in financial statement. Accounting principles that are fundamental guideline and rules ആണ്. അക്കൗണ്ടിങ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അതിന്റെ റൂൾസുകളാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലെ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബേസിക് ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഫ്രം ദി ഓണർ. ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ്, ഡിഫറെന്റ് ആണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഒരു പ്രിൻസിപ്പിൾ ആണ്. ദെൻ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓൺലി ട്രാൻസാക്ഷൻ മെഷറബിൾ ഇൻ മണി. മണിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുക. Going concern concept, the business is assumed to continue for the foreseeable future. ബിസിനസ് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കും എന്നൊരു മൈൻഡിൽ ബിസിനസ് ചെയ്യുക, അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ്. അസറ്റ്സ് ആർ റെക്കോർഡ് അസ് ടു കോസ്റ്റ്. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ്. അസറ്റ് എന്ത് ചെയ്യും, അതിന്റെ ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്താണ് കോസ്റ്റ് കൺസെപ്റ്റ്. Then dual aspect concept. Every transaction has two aspects. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. Accrual concept. Revenue and expense are recorded when they are earned or incurred. റവന്യൂവും എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ്, അത് ഏൺ ചെയ്താൽ അല്ലെങ്കിൽ ഇൻകർ ചെയ്താൽ മാത്രമാണ്. ക്യാഷ് കിട്ടണം അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കണം എന്ന നിർബന്ധമില്ല, അത് ഏൺ ചെയ്താൽ മതി, കിട്ടാനായാൽ മതി അല്ലെ, അല്ലെങ്കിൽ കൊടുക്കാനായാൽ മതി. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. മാച്ചിങ് കൺസെപ്റ്റ്. എക്സ്പെൻസസ് ആർ മാച്ച്ഡ് വിത്ത് റിലേറ്റഡ് റവന്യൂസ് ഓഫ് ദി സെയിം പീരീഡ്. ഈ പീരീഡിലുള്ള എക്സ്പെൻസ് ആ പീരീഡിലുള്ള റവന്യൂമായിട്ട് എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കൺസെപ്റ്റുകൾ, ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. സോ മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ഓർ CVP അനാലിസിസ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് നോട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും അല്ലെ. അപ്പോൾ അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് അല്ലെ എമംഗ് കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ്. CVP എന്ന പേരിൽ തന്നെ വന്നിട്ട് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. കോസ്റ്റും വോളിയവും സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള അതിന്റെ റിലേഷൻഷിപ്പ് അളക്കാനുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് CVP. ഇറ്റ് ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഷോയിങ് ഹൗ ചേഞ്ച് ഇൻ കോസ്റ്റ് സെയിൽസ് എഫക്ട് പ്രോഫിറ്റ്. കോസ്റ്റിൽ വരുന്ന മാറ്റം സെയിൽസിനെ എങ്ങനെ ബാധിക്കുന്നു, പ്രോഫിറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അനാലിസിസ് ആണ് CVP അനാലിസിസ്. അതിന്റെ കീ എലമെന്റ്സ് ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് വോളിയം, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ഇതൊക്കെ അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. കുറച്ച് അതിന്റെ ഇമ്പോർട്ടൻസും നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. CVP അനാലിസിന്റെ ഇക്വേഷനും നിങ്ങൾ ഇതിലൂടെ കൊടുത്ത് കുറച്ച് വലുതാക്കി ഒരു 6 മാർക്ക് എന്ന രീതിയിൽ അത്യാവശ്യം എഴുതുക. ഒരു ഷോർട്ട് എസ്സേ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഈ ഒരു പാർട്ടിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി വരുന്നത്. കുറച്ച് തിയറി നമ്മൾ വന്നു കഴിഞ്ഞു, ഇനി പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. കീപ് വാച്ചിങ്.